ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അടിപൊളി ഒരു ഡിഷാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്വാദിഷ്ടമായ വിഭവത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായി നമ്മളിവിടേക്ക് 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നീലം മാമ്പഴമാണ്. അപ്പോൾ നമ്മളുടെ ഈ മാമ്പഴം നമ്മൾ കഴുകി വൃത്തിയാക്കി ചെത്തി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാല്, മാമ്പഴം, പഞ്ചസാര. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാമ്പഴം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പാലും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് പാൽ നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു 2-3 ടീസ്പൂൺ പാലാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ജാറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാമ്പഴവും പാലും പഞ്ചസാരയും കൂടെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അടിച്ചെടുത്തിരിക്കുന്നത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ്. അതായത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെയല്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ആണ് ഇപ്പം നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ മാമ്പഴം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കണം. കണ്ടില്ലേ, നമ്മളിത് അടിച്ചെടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഐസ് ട്രേ എടുത്ത് അതിലേക്ക് ഓരോ സ്പൂൺ മാമ്പഴം നമ്മളിവിടെ അടിച്ച് വെച്ചിരിക്കുന്നത് ഓരോ തട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മാമ്പഴം അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസാക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരു ഗ്ലാസ് പാല് എടുത്തതിൽ ഒരു 2-3 ടീസ്പൂൺ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2 മാമ്പഴത്തിന് നമുക്ക് 1 ഗ്ലാസ് പാല് മാത്രം മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ മാമ്പഴം ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മളിവിടെ 2-3 ടീസ്പൂൺ പാല് പഞ്ചസാര ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലാണ് നമ്മളിനി ബാക്കിയുള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഐസാക്കി എടുക്കണം. എല്ലാ തട്ടിലും നമ്മളിപ്പം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജാറിലുള്ള ഈ മാമ്പഴം കൂടെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളുടെ മാമ്പഴം അടിച്ചത് എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടിത് തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐസ് ട്രേയിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മാമ്പഴം നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഈ മാമ്പഴം നമുക്ക് ചെറിയ 2 ബൗളുകളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ മാമ്പഴത്തിന് നല്ല മധുരമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നമ്മൾ എടുക്കുന്ന മാമ്പഴത്തെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ മാമ്പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഐസ് ട്രേയിൽ വെച്ചിരിക്കുന്ന നമ്മളുടെ മാമ്പഴവും അതായത് പാലും നമ്മൾ ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം നമ്മൾ ഒരു ചെറിയ കപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 2 പീസ് പാൽക്കട്ട വെച്ച് കൊടുക്കുകയാണ്. 2-3 നമുക്ക് ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ മാമ്പഴം കൊണ്ടുള്ള ഐസാണ് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ ഇങ്ങോട്ട് വെച്ചെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ. ഇനി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ചോക്ലേറ്റ് വേണമെന്നുള്ളത്. മാമ്പഴം മാത്രം നമുക്ക് മുകളിലിട്ട് കൊടുത്താലും മതി. ചോക്ലേറ്റ് ഇവിടെ ഇരുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാം ഒന്ന് ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ചെറിയ മാമ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണാനും നല്ലൊരു ലുക്കായിരിക്കും. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു നിർബന്ധവും ഇല്ല ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൂ കോഫി ഇല്ലേ, അതെന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. ചോക്ലേറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കാണാനൊരു അടിപൊളി ലുക്കിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്, ചോക്ലേറ്റിൻ്റെയും മാമ്പഴത്തിൻ്റേതും പാലിൻ്റേതും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് എന്താ പറയുക, രാവിലത്തെ ഒരു ഫുഡായിട്ട് വേണമെങ്കിൽ കഴിക്കാം, വൈകിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇടവേളകളിൽ കഴിക്കാം.
എന്തിന് ലഞ്ചിന് പോലും നമുക്കിത് വേണമെങ്കിൽ കഴിക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. ശോഭാസ് കിച്ചൺ എന്ന ഒരു ചാനൽ കൂടിയുണ്ട് എനിക്ക്. അതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിലാണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പം കൂടുതൽ ആൾക്കാരെ ഇതിൽ കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിലിടുന്നത്. ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടാറുള്ളത് കൂടുതലും വെറൈറ്റി ഫുഡുകൾ മാത്രമേ ഇടാറുള്ളൂ, അല്ലാതെ എല്ലാ വിഭവങ്ങളും ഞാൻ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ശോഭാസ് കിച്ചണിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം ആ ചാനൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിലേക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ചാനലിൽ കൂടുതലും ക്രാഫ്റ്റ്സും ഗാർഡനിങ്ങുമാണ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. കുക്കിംഗ് വീഡിയോസ് ഒരുപാട് എടുത്തു വെച്ചാലും ചിലപ്പോൾ ഞാൻ ഇടാറില്ല. കാരണം എല്ലാവർക്കും ഗാർഡനിങ് ആണ് ഈ ഒരു ചാനലിൽ കൂടെ കാണാൻ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഗാർഡനിങ് മാത്രം ചെയ്യുന്നത് ഇതിൽ. അപ്പം ശോഭാസ് കിച്ചൺ എന്നൊരു ചാനൽ ഉണ്ടാക്കിയത് തന്നെ കുക്കിങ്സൊക്കെ കുറേ ഞാൻ ചെയ്യാറുള്ളത് ഇടാമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ശോഭാസ് കിച്ചൺ ക്രിയേറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ഈ 2 ചാനലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.